ചർച്ച ചെയ്ത ഒരു വാർത്തയുണ്ട് സെൽഫിയുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സെൽഫി എടുക്കാനെത്തിയ CPM പഞ്ചായത്ത് അംഗത്തോട് പറ്റില്ലെന്ന് തുറന്നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര ഗ്രേസിനോടാണ് സെൽഫി ചിത്രം പറ്റില്ലെന്ന് പരസ്യമായി മുഖ്യമന്ത്രി പറഞ്ഞത്. പരാതി കെട്ടുകളും സ്വീകരിച്ചില്ല, പകരം പരാതി കൈപ്പറ്റിയത് ഒപ്പമുള്ള ഉദ്യോഗസ്ഥരാണ്. സംസ്ഥാനത്തെ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പഞ്ചായത്ത് അംഗം സെൽഫിക്ക് ശ്രമിച്ചത്. നമ്മുടെ ഈ കുമ്പിച്ചൽ കടവിൽ നിന്ന് 4 ബസ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ, പൊതുസമൂഹത്തോട് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് സ്വന്തം പാർട്ടി പ്രവർത്തകയോടും അതും കൗൺസിലറോടും ഒരു സെൽഫി എടുക്കാൻ വന്നപ്പോൾ പറ്റില്ല എന്നുള്ള ധാർഷ്ട്യം കലർന്ന സമീപനം സ്വീകരിച്ചത്. അത് മാത്രമല്ല, പരാതി സ്വീകരിക്കാൻ പോലും പിന്നീട് മുഖ്യമന്ത്രി തയ്യാറായില്ല. അത് ഉദ്യോഗസ്ഥർ തന്നെ വാങ്ങേണ്ട ഒരവസ്ഥയുമാണ് ഉണ്ടായതല്ലേ? KP, തീർച്ചയായും അത് തന്നെയാണ്. ഒരു CPM-ന്റെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്തോടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ കാണിച്ചത്. അവർ വളരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വളരെ ആവേശത്തോടെയാണ് ഓടിയെത്തുന്നത്. ആ ദൃശ്യങ്ങളോടെ കാണാൻ കഴിയും. പക്ഷേ മുഖ്യമന്ത്രി യാതൊരു മൈൻഡുമില്ലാതെ മുന്നോട്ട് നടന്നു പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഇത് നടക്കുന്നത്. തിരുവനന്തപുരത്ത് അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം വേദി വിട്ട് ഇറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രി സമീപിച്ച് അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ അവരെ മൈൻഡ് ചെയ്യാതെ നോ പറഞ്ഞുകൊണ്ട് സെൽഫി എടുക്കാൻ ഫോണും എടുത്തുകൊണ്ടാണ് അടുത്തേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ മൈൻഡ് ചെയ്യാതെ മുഖ്യമന്ത്രി നടന്നു പോവുകയാണ്. അവരുടെ വാക്ക് സെൽഫി എടുക്കാൻ ചോദിക്കണമെങ്കിൽ പോലും അത് കൂട്ടാക്കാതെ മുഖ്യമന്ത്രി നടന്നു പോവുകയാണ്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ആതിര ഗ്രേസ് എന്ന പഞ്ചായത്ത് അംഗമായിരുന്നു ഈ സെൽഫി എടുക്കാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നത്. അവരുടെ കയ്യിൽ കുറച്ച് പരാതിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ആ പരാതിക്കെട്ടുകളും മുഖ്യമന്ത്രി നൽകാനായിരുന്നു എത്തിയത്, നിവേദനമായിട്ട് നൽകുന്നതിനാണ് എത്തിയത്. എന്നാൽ അതുപോലും സ്വീകരിക്കാതെ മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ നടന്നു പോവുകയാണ് ചെയ്തത്. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ സമീപനം. ഇതിനു മുമ്പ് ഇത് ഒരു ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ സമീപനം ഉണ്ടാകുന്ന. ഒരു മൈക്ക് ഓഫായാൽ പോലും മുഖ്യമന്ത്രി വിരളി പിടിക്കുന്ന മുഖ്യമന്ത്രിയാണ്. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. സാധാരണക്കാരനായ ഒരു അമ്മ ഒരിക്കൽ ഷാലിടാൻ വന്നപ്പോൾ ആ അമ്മയെ അവിടുന്ന് തള്ളിമാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ ഈ സ്വഭാവത്തോട്, ഈ ധാർഷ്ട്യം നിറഞ്ഞ മനോഭാവത്തോടൊക്കെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഉണ്ടായത്. അത് CPM-ന്റെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. മാത്രമല്ല, ഈ വളരെ വലിയ കടുത്ത മത്സരമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെയാണ് അവിടെ വിജയിച്ചു വന്നൊരു ആളാണ് ഈ ആതിര ഗ്രേസ് എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം. ആ പഞ്ചായത്ത് അംഗമാണ് ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സമീപിക്കുകയും മുഖ്യമന്ത്രി ഇങ്ങനെ വരുമ്പോൾ നിവേദനങ്ങൾ തന്റെ നാട്ടിലെ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ആളുകൾ കാണെ ഈ നിവേദനങ്ങൾ നൽകുന്നതിന് വേണ്ടി എത്തുമ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ അവഗണിച്ചു കൊണ്ടുപോകുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും അണികൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കി. പ്രശാന്ത്, എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൽഫി എടുക്കാൻ ശ്രമിച്ച CPM-ന്റെ തന്നെ കൗൺസിലറിനെ തള്ളി മാറ്റി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇതാദ്യമായിട്ടല്ല, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യത്തെ സംഭവമല്ല. പിണറായി വിജയന്റെ ഭാഗത്ത് ആവർത്തിച്ച സംഭവം പിന്നെയും ആവർത്തിക്കുകയാണ്.